ഹലോ ഓൾ, ഞങ്ങളുടെ ഒരു കുഞ്ഞു മേഘാലയ വ്ളോഗാണിത്. ഞങ്ങൾ ഗുവാഹത്തി വരെ ട്രെയിനിൽ പോയിട്ട് അവിടുന്ന് ക്യാബ് വിളിച്ചിട്ടാണ് ഞങ്ങൾ മേഘാലയയിലേക്ക് പോകുന്നത്. അവിടെ ഉമിയം അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഞങ്ങൾ പോയത്. അവിടുത്തെ ക്യാമ്പസാണിത്. സോ ബ്യൂട്ടിഫുൾ, ഒരു വളരെ എസ്തെറ്റിക്കലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ക്യാമ്പസാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാവുന്ന പോലത്തെ ഒരു ക്യാമ്പസായിരുന്നു. അങ്ങനെ അന്ന് ഞങ്ങൾ വൈകുന്നേരം ഉമിയം ലേക്കിൽ പോയിട്ട് അവിടുന്ന് ചെറുതായിട്ട് ഞങ്ങൾ ബോട്ടിങ്ങിനൊക്കെ പോയി. നല്ല രസമായിരുന്നു. കുറച്ച് സമയം മാത്രം, നല്ല രസമായിരുന്നു ബോട്ടിങ്ങിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം അതിലേക്ക് നടന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇത് ഷില്ലോങ്ങിൽ വാർഡ്സ് ലേക്കിലാണ്. അവിടെ ചെറി ബ്ലോസം എന്ന് പറഞ്ഞാൽ ഒരു ഫെസ്റ്റിവലായിട്ട് നടത്താറുണ്ട്. ചെറി ട്രീസ് ബ്ലോസം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം സൈഡിൽ ഇങ്ങനെ പിങ്ക് ഫ്ലവേഴ്സ് ആയിട്ട് ഇരിക്കുന്നതാണ് ചെറി ബ്ലോസം. 2 പേരായിട്ട് പോയത്, 4 പേരായി എവിടെയോ നിർത്തി, 4 പേരായി തിരിച്ചു വരുന്നതെങ്കിൽ കാണുക. ദീസ് ആർ മൈ ക്ലാസ്മേറ്റ്സ്, മൈ ഫ്രണ്ട്സ്. പിന്നെ 5 ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീക്കെൻഡിലാണ് മേഘാലയ എക്സ്പ്ലോർ ചെയ്യാൻ പോയത്. അപ്പോൾ ആ ഫസ്റ്റ് ഡേ ഞങ്ങൾ ചിറാപുഞ്ചിയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോയത്. ചിറാപുഞ്ചിയും അതിൻ്റെ സൈഡിലൊക്കെ ഉള്ള സ്ഥലങ്ങളും. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന യാത്രയൊക്കെ വളരെ രസമായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. മേഘാലയ ഈസ് സോ ബ്യൂട്ടിഫുൾ. അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ പോകുന്ന ഓരോ കാര്യങ്ങളും, മലകളും വാട്ടർ ബോഡീസൊക്കെ ആയിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ഥലത്തൊക്കെ നിർത്തി. ഇതൊരു വ്യൂ പോയിൻ്റാണ്. അവിടെ നമ്മൾ മോക്ഡോക് ഡിംപെപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ വ്യൂ പോയിൻ്റാണിത്. അവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ട് അവിടെ താഴെ ഒരു സ്ഥലത്തേക്ക് നടന്നു പോയി. അപ്പോൾ എൻ്റെ സീനിയർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കേരളത്തിൽ ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഇല്ലയെന്ന്. ഞങ്ങൾ പോയിട്ട് ഇവിടെയാണ് എത്തിയത്. വെച്ചാൽ ഈ വെള്ളം കാണുന്ന പോലെ എങ്ങനെ വിചാരിക്കണം, നല്ല തണുത്ത വെള്ളമായിരുന്നു, വിറയ്ക്കുന്ന പോലത്തെ വെള്ളമായിരുന്നു, നല്ല ക്ലിയർ വാട്ടർ. അതിന് അവിടുന്ന് കുറച്ച് നേരം അവിടെ വെള്ളത്തിലൊക്കെ കളിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് അവിടെ പോയപ്പോൾ. എന്ന് വെച്ചാൽ ഒരു ആർട്ട് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതിൽ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തപ്പോൾ എന്ന് വെച്ചാൽ ഒരു ആർട്ട് ഫീലായിരുന്നു അത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ പിന്നെ നൊഹ്കലിക്കായ് ഫോൾസ് കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പം നൊഹ്കലിക്കായ് ഫോൾസ് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, മൈ ഫേവറേറ്റ് വാട്ടർഫാൾ അപ് ടു ഡേറ്റ് നൊഹ്കലിക്കായാണ്. ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. അവിടുത്തെ വാട്ടർ ശരിക്കും ലിറ്ററലി ബ്ലൂ ആണ്. യാതൊരു ഫിൽറ്ററൊന്നും വേണ്ട. ഇറ്റ് ലുക്സ് സോ ബ്ലൂ. അത് ഇപ്പോൾ വെള്ളമൊക്കെ കുറവാണ്, മഴയൊക്കെ കുറവായതുകൊണ്ട്. പക്ഷേ ആ ഒരു വെള്ളം വീഴുന്ന ഒരു സിൽക്കിനായിട്ട്, ഒരു സോഫ്റ്റിനായിട്ട് ആ വെള്ളം വീഴുന്നത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ മോസ്മ കേവിലാണ് പോയത്. അവിടെ കുറച്ച് പാട്ടൊക്കെ കേട്ടില്ലേ. പിന്നെ അതിന് പോകുന്ന വഴി ഞങ്ങൾ 7 സിസ്റ്റേഴ്സ് വാട്ടർഫാളിൻ്റെ ഫോട്ടോ ആണ് നിങ്ങളെ കണ്ടത്. അവിടെ ഒരു തുള്ളി വെള്ളമില്ലായിരുന്നു. കാരണം ഞങ്ങൾ പോയത് നവംബറിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ ഗാർഡൻ ഓഫ് കേവ് എന്ന് പറഞ്ഞ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ചിറാപുഞ്ചി മുന്നേയൊക്കെ ഏറ്റവും കൂടുതൽ മഴ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ 365 ഡേയ്സ് പോലെ മഴ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഞങ്ങൾ പോയപ്പോൾ മഴ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ടില്ല. അത് വൈകുന്നേരം 3 മണിയൊക്കെ ആയപ്പോഴേക്കും തന്നെ ഫുൾ അന്തരീക്ഷം മുഴുവൻ മേഘങ്ങളൊക്കെ കൊണ്ട് മൂടി, ആകെ ഫുൾ മേഘം മൂടിപ്പോയി. ഒന്നും കാണാൻ പറ്റാത്ത പോലെ അത്രയും ഇതായി. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുന്ന് ഒന്നും, പുറത്തേക്കൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഫുൾ മേഘം മൂടിയിട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ചിറാപുഞ്ചി ഞങ്ങൾ കുറച്ച് അധികം ട്രാവലിംഗ് ഉണ്ട്, കുറേ ട്രാവൽ ചെയ്യാനുണ്ട്. ബട്ട് അതർവൈസ് ഇറ്റ്സ് എ ഗുഡ് തിങ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണത് ഗാർഡൻ ഓഫ് കേവ്സിലേക്കാണ്. അപ്പം ഇത് അവിടുത്തെ വില്ലേജാണ്. എനിക്ക് തോന്നുന്നു മേഘാലയ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാരുടെ മെയിൻ ലൈവ്ലിഹുഡും ടൂറിസ്റ്റ് ആയിരിക്കണം മേ ബി. അതുകൊണ്ടായിരിക്കും ഇവർ നല്ല ക്ലീൻ ആയിട്ടാണ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങളും അങ്ങനെ വൃത്തികേടാക്കിയിട്ടൊന്നും അങ്ങനെ സ്ഥലങ്ങളൊന്നും ആയില്ല. ടോയ്ലറ്റ്സ് ഒക്കെ ആണെങ്കിലും നല്ല ക്ലീൻ ആയിരുന്നു. പിന്നെ ഈ ചെറിയ കുഞ്ഞു ചിക്കനെ കണ്ടില്ല, അവനാണ് മുന്നിൽ ഒത്തിരി പശുക്കളെ മേടിച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗാർഡൻ ഓഫ് കേവ്സിലെത്തി. ഇപ്പോൾ കുറേ കേവ്സ്, കുറേ വാട്ടർഫോൾസൊക്കെ ആയിട്ടുള്ളൊരു സ്പേസാണ് ഗാർഡൻ ഓഫ് കേവ്സ്. ഭയങ്കര രസം, അത്ര രസമൊന്നുമില്ല, എന്നാലും നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. കുറേ സ്റ്റെപ്പ് കയറാനുണ്ട്, കുറേ നടക്കാനുണ്ട്, അങ്ങനത്തെ ഒരു സ്പേസാണ്. ഒരു കുഞ്ഞു കുറേ വാട്ടർഫോൾസൊക്കെ ആയിട്ടുള്ളൊരു സ്പേസാണ്. പക്ഷേ രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇതാരോ ക്രിയേറ്റീവായിട്ട് ഈ താഴെ ഒരു ഓട്ടയാണ്, ആ ഓട്ടയിലേക്ക് കൃത്യമായിട്ട് വെള്ളം വീഴാൻ വേണ്ടി ആരോ ചെയ്തതാണ്. ഐ ഫെൽറ്റ് ഇൻട്രസ്റ്റിംഗ്, ഫൗണ്ട് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്, അതുകൊണ്ട് വെച്ചാൽ കേട്ടോ. പിന്നെ കുറേ വാട്ടർഫോൾസ്, അതിനുള്ളിൽ ഒത്തിരി വാട്ടർഫോൾസ് ഉണ്ട്. പിന്നെ വലിയൊരു
ഇങ്ങനത്തെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. സംഭവം അതിൽ കൂടി നടക്കാൻ എനിക്ക് ചെറിയൊരു പേടി, കാരണം ഒത്തിരി പേര് അതിൽ കൂടി നടക്കുന്നുണ്ട്. നല്ല ഹൈറ്റിലാണ് കെട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് കുറച്ച് മലയാളികളെ കണ്ടു. ഞാൻ ഇവർ മലയാളം സംസാരിക്കാനായിട്ട് ഞാൻ പോയി അങ്ങോട്ട് സംസാരിച്ചു. ആൻഡ് മൈ ഫ്രണ്ട്സ് വേർ സോ ഷോക്ക്ഡ്. അവർ നിനക്കറിയുന്ന ആൾക്കാരാണോ എന്നൊക്കെ ചോദിച്ചു. അല്ല, ഞാനിങ്ങനെ സംസാരം കേട്ടിട്ട് പോയി സംസാരിച്ചാന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. നമുക്ക് പിന്നെ വേറൊരു നാട്ടിൽ നമ്മൾ മലയാളികളെ കണ്ട ഒരു രസമാണല്ലോ. പിന്നെ ഞങ്ങൾ രാത്രിയോടെ വി വൈൻഡ് അപ്പ്.